ഷിഫ്നാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിതാ കുറച്ച് ക്രാഫ്റ്റ് വർക്കായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ച് പിസ്തയുടെ ഷെല്ലൊക്കെ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫോം ഷീറ്റും ഒരു കളറൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ എല്ലാം വെച്ചിട്ട് ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ നല്ല ഭംഗിയുള്ളൊരു വോളിലൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഹാങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇവിടെ ഒരു കാർഡ് ബോർഡും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങിയാലോ? അപ്പം നമ്മൾ ഈ ഒരു വർക്ക് തുടങ്ങുന്നതിന് ഭാഗമായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഓരോ പിസ്താ ഷെല്ലെടുത്തിട്ട് നമ്മൾ റെഡ് കളർ അടിച്ച് കൊടുക്കുന്നുണ്ട്. പിസ്താ ഷെല്ലുകളെല്ലാം നമ്മുടെ കയ്യിലുള്ള കുറേ പിസ്താ ഷെല്ലുകൾ ഇതുപോലെ റെഡ് കളർ ഈ ഫ്രണ്ട് ഭാഗത്തും അതുപോലെ അതിൻ്റെ ഉൾഭാഗത്തും നമ്മൾ ഈ സെയിം റെഡ് കളർ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് കുറച്ച് അധികം പിസ്താ ഷെല്ലുകൾ ആവശ്യമുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള പിസ്താ ഷെല്ലുകളെല്ലാം തന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് അടിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാനിതാ നല്ല ഭംഗിയിൽ കുറേ ഷെല്ലുകൾ നമ്മുടെ പിസ്താ ഷെല്ലുകളൊക്കെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുവെച്ചുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ പിസ്താ ഷെല്ലുകൾ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സർക്കിൾ നമ്മൾ ചെറിയൊരു കാർഡ്ബോർഡ് പേപ്പറിൽ നിന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അധികം കട്ടിയില്ലാത്ത കനം കുറവുള്ള ഒരു കാർഡ്ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് റെഡ് കളറിൽ പെയിന്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിസ്താ ഷെല്ലുകൾ ഓരോന്നും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യണം, ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂ ഗൺ എടുത്ത് അതിൻ്റെ നടുഭാഗത്ത് ആ ഒരു കാർഡ്ബോർഡിൻ്റെ നടുഭാഗത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്നും ഓരോ ഷെല്ലുകൾ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു 2 എണ്ണം വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ 2 എണ്ണം നന്നായിട്ട് ഒട്ടിക്കുക കേട്ടോ. നന്നായിട്ട് ഒട്ടി വരട്ടെ. അതിനുശേഷം അതിൻ്റെ ചുറ്റിനും നമുക്ക് പശ ഒന്നുകൂടെ ഒന്ന് ഗ്ലൂ തേച്ച് കൊടുക്കുക. അങ്ങനെ ഗ്ലൂ നന്നായിട്ട് തേച്ചിട്ട് വീണ്ടും നമുക്ക് നമ്മളുടെ ഓരോ പിസ്താ ഷെല്ലുകളും അതിലേക്ക് എടുത്തൊട്ടിക്കണം. ഇതുപോലെയാണ് ഒട്ടിക്കേണ്ടത് കേട്ടോ. നമ്മൾ അതിൻ്റെ ചുറ്റിനും നല്ല ഭംഗിയിൽ നിവർത്തി തന്നെ വെക്കണേ. ഷെല്ലെപ്പോഴും നേരെ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ ആ ഒരു പേപ്പറിലുള്ള സ്പേസ് ഫുള്ള് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒട്ടിക്കുന്നുണ്ടോ? ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ അതുപോലെ തന്നെ പശ തേച്ചിട്ട് ബാക്കിലേക്ക് ഒട്ടിക്കണം. അപ്പോൾ ചുറ്റിനും പശ തേച്ച് കൊടുക്കാം. പശ തേച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോ ഇതളുകൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ആ ഒരു പേപ്പർ ഫുള്ള് ഒട്ടി വരണം കേട്ടോ. ഫുള്ള് ചുറ്റിനുള്ള ഭാഗം ഫുള്ള് നമുക്ക് ഒട്ടിക്കണം. അപ്പോഴാണ് നമ്മൾക്കൊരു നല്ല ഭംഗിയുള്ളൊരു പൂവായിട്ട് കിട്ടുക. അങ്ങനെ നോക്കിക്കേ, നമ്മളൊരു പൂ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്? ഇതളുകളൊക്കെ നന്നായിട്ട് വിരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ചധികം പൂക്കൾ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഞാനിതാ 3 പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു രീതിയിൽ കുറച്ച് വലുതും ചെറുതും ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട്, കണ്ടോ? നല്ല രസമില്ലേ കാണാനായിട്ട്? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡ് പേപ്പറാണ്. കാർഡ്ബോർഡ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ മുകളിലേക്ക് ഒരു ഫോം ഷീറ്റ് കൂടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ആ ഒരു അളവ് വരുന്ന രീതിയിലാണ് ഫോം ഷീറ്റ് വെട്ടിയെടുത്തിട്ടിരിക്കുന്നത്. ഇനി ആ ഫോം ഷീറ്റ് നമുക്കൊരു ഗ്ലൂ ഗൺ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പിസ്താ ഷെല്ലുകൾ ഗ്രീൻ കളറിൽ പെയിൻ്റ് അടിച്ചുകൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയിൽ നമുക്ക് അതും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിസ്താ ഷെല്ലൊക്കെ നമ്മൾ കളർ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ഗ്രീൻ കളറിൽ നമ്മൾ പേപ്പർ എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഫോം ഷീറ്റ് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. അങ്ങനെ കുറച്ച് എടുത്തതിന് ശേഷം ഇത് നമുക്ക് നമ്മുടെ കമ്പിയിലേക്ക് ചുറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പൂവുണ്ടാക്കുന്ന കമ്പി ഉണ്ടല്ലോ, ആ ഒരു കമ്പി എടുക്കുക. അതിനുശേഷം അതിൻ്റെ ഒരറ്റത്ത് കുറച്ച് ഗ്ലൂ ഈ ഒരു കമ്പി എടുത്തിട്ട് ഇപ്പം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അറ്റത്ത് കണ്ടോ, ഒരറ്റത്ത് ഒരിത്തിരി മാത്രം ഗ്ലൂ തേച്ച് കൊടുക്കാം. ഗ്ലൂ തേച്ചിട്ട് അത് നമ്മൾ ചുറ്റിയെടുക്കണം. അതിൻ്റെ അറ്റത്ത് ജസ്റ്റ് ഒന്ന് ആ ഒരു ഗ്രീൻ കളറിലെ ടേപ്പ് വെച്ചിട്ട് ആ ഒരു ചെറിയൊരു ഭാഗം വെച്ചിട്ട് നമുക്ക് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുക. അധികം വീതിയിൽ നമ്മൾ കട്ട് ചെയ്യരുത് കേട്ടോ. ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ചുറ്റി കൊടുക്കാം. അങ്ങനെ നമ്മൾ കമ്പി ചുറ്റി കുറച്ചധികം കമ്പികൾ ചുറ്റി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാം ഞാനൊരു ഷേപ്പിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ. ഓരോ കമ്പി ചുറ്റിയിട്ട് അതിനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളച്ച് ഓരോ ഷേപ്പാക്കി വെച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. അതോടൊപ്പം തന്നെ കുറച്ച് ചെറിയ കമ്പികളും കൂടെ ഞാൻ ചുറ്റി എടുത്തിട്ടുണ്ട്. ചെറിയ കമ്പികളുടെ ഫുള്ള് ഞാൻ ചുറ്റിയിട്ടില്ല. അതിൻ്റെ താഴ്ഭാഗം, അതായത് കുറച്ച് ഒരു പകുതിയോ അല്ലെങ്കിൽ ഹാഫ് പോർഷൻ മാത്രമേ നമ്മൾ ചുറ്റിയെടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗം ചുമ്മാ ഇട്ടേക്കുവാണ്. എന്നിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് നമ്മുടെ കാർഡ്ബോർഡ് എടുക്കാം. നമ്മുടെ കാർഡ്ബോർഡ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കാർഡ്ബോർഡ് എടുത്തിട്ട്
നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഓരോ കമ്പികളും ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓരോ ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്കത് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഗ്ലൂ എടുത്ത് അതിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. അങ്ങനെ ഗ്ലൂ തേച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ? ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നേ ഉള്ളേ. അങ്ങനെ നമ്മൾ ഓരോ ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ള എല്ലാ കമ്പികളും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ കമ്പികളും നമ്മൾ ആ ഒരു ഷേപ്പിൽ അതിലേക്ക് വെച്ച് കൊടുക്കാം ട്ടോ. ഇപ്പോൾ അടുത്ത കമ്പി വെച്ചു കണ്ടോ? ജസ്റ്റ് നമ്മൾ ഗ്ലൂ ഒന്ന് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് അടുത്ത കമ്പിയും നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് എല്ലാ കമ്പിയും അതിലേക്ക് വെച്ച് നല്ല ഭംഗിയാക്കി എടുക്കാം ട്ടോ. ഇനി നമുക്ക് ആ ഒരു ചെറിയ കമ്പികളും കൂടെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതുപോലെ ഗ്ലൂ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക അതിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ. എന്നിട്ട് ആ കമ്പികളുടെ ഭാഗത്തും തേച്ച് നമുക്ക് അതിലേക്കും എല്ലാം ഒട്ടിച്ചെടുക്കാം. കണ്ടോ? അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതിലേക്ക് പൂക്കൾ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾക്ക് ഓരോ പൂക്കൾ എടുത്തിട്ട് അതിൻ്റെ താഴത്തുള്ളതാ ആ ഭാഗത്ത് നമ്മൾ കുറച്ച് ഗ്ലൂ തേക്കുന്നുണ്ട്. ഗ്ലൂ തേച്ചിട്ട് നമുക്ക് എവിടെയാണോ ഓരോ പൂക്കൾ സെറ്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ? നമ്മളൊരു പൂ നല്ല ഭംഗിയായിട്ട് കിട്ടി. ഇനി നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള പൂക്കളും കൂടെ നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ? നല്ല രസമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ പൂക്കളൊക്കെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇലകളും കൂടെ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇലകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാ ഇവിടെ കുറച്ച് ഗ്രീൻ കളറിലെ നമ്മുടെ പിസ്താ ഷെൽസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചെറിയ ഈ കുഞ്ഞു കുഞ്ഞു കമ്പികൾ കണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ഇലകൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ഷെല്ലെടുക്കുക, കുറച്ച് ഗ്ലൂ അതിൻ്റെ ചുറ്റിനും തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോ ആ ചെറിയ ചെറിയ കമ്പികളിൽ നമ്മൾ അതിൻ്റെ സൈഡിലായിട്ട് ഇപ്പം ഇതുപോലെ ചെയ്യണം. നോക്കിക്കോളൂ. ഇത് കണ്ടോ? ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ എല്ലാ ഷെല്ലുകളും ഇപ്പോൾ ഈ കാണുന്ന ഷെല്ലുകളൊക്കെ നമുക്ക് ഇതിൻ്റെ ഓരോ കമ്പുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ദാ ഓരോ കമ്പുകളിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് നല്ല ഭംഗിയിൽ നമുക്ക് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടോ? നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഷെല്ലൊക്കെ ഒട്ടിച്ചു. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം കണ്ടോ? അരികൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു ഭാഗം മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സെയിം പേപ്പർ തന്നെ നമ്മുടെ സിൽവർ പേപ്പർ തന്നെ ഫോം ഷീറ്റിൽ എടുത്തിട്ട് അതിൻ്റെ ആ ചെറിയ ചെറിയ പീസുകൾ ആ ഒരു വീതിക്ക് അനുസരിച്ച് എടുത്ത് അതിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ചുറ്റിനും നമ്മൾ ജസ്റ്റ് കണ്ടോ? ഇവിടെയൊക്കെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടോ? ആ ഒരു രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഗ്ലൂ തേച്ചിട്ട് ചുറ്റും ഒട്ടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ആ സൈഡൊക്കെ ഒട്ടിച്ചു. ഇനി നമുക്കൊരു ബോർഡർ വേണം ഈ ഒരു ആർട്ട് വർക്കിന്. അതിന് വേണ്ടിയിട്ട് ഒരു സാറ്റിൻ റിബൺ എടുത്ത് ഇതുപോലെയാണ് ഞാൻ ബോർഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാറ്റിൻ റിബൺ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നോക്കിക്കോളൂ. ജസ്റ്റ് ഇതിൻ്റെ ചുറ്റിന് നമ്മൾ ഒട്ടിച്ച് ചേർക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാറ്റിൻ റിബൺ ഒട്ടിക്കുന്നത്. ജസ്റ്റ് കുറച്ച് നേരെ പിടിക്കുക. എന്നിട്ട് ഒരു തരിക്ക് ഗ്ലൂ തേച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് വെച്ച് ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുക. അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ സാറ്റിൻ റിബണൊക്കെ വെച്ച് ഒട്ടിച്ച് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വള്ളി ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു സിൽവർ പേപ്പർ തന്നെ ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു രീതി പിടിച്ച് അവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. നമ്മൾ അതിൻ്റെ ഒരു മുകൾ ഭാഗത്ത് താഴെയായിട്ട് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. എല്ലാം ഒട്ടിച്ചൊക്കെ കഴിഞ്ഞു. എല്ലാം നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും കേട്ടോ. നമുക്ക് കുറച്ച് പിസ്താഷ്യലും കുറച്ച് പേപ്പറൊക്കെ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പിസ്താഷ്യൽ കൊണ്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യാം. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായും വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.